പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുനന്ദ പുഷ്കറിനെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു സുനന്ദയുടെ മരണം. തരൂരിൽ നിന്നുള്ള കടുത്ത അവഗണന കാരണമാണ് സുനന്ദ ആത്മഹത്യ ചെയ്തതെന്ന് അന്ന് സുനന്ദയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാനിലൊരു മാധ്യമ പ്രവർത്തക മെഹറുമായിട്ട് തരൂരിന് വഴിവിട്ട ബന്ധമുള്ളതിൽ മനം നൊന്തിട്ടാണ് സുനന്ദ ആത്മഹത്യ ചെയ്തതെന്ന് മറ്റ് ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ആ വാർത്തകളൊക്കെ കിട്ടും. ഇത് ഷോർട്സ് ആയതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയാൻ സമയം കിട്ടില്ല. പക്ഷേ നിങ്ങൾ സുനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുനന്ദ മരിച്ചത് മുതൽക്കുള്ള തരൂരിൻ്റെ ന്യൂസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ തരൂർ സാറ് അന്ന് മുതൽ ഒരു കാര്യവുമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കയറി BJPയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുകയാണെന്ന്. എന്തിനായിരിക്കും തരൂർ സാർ ഇത്രമാത്രം BJPയെ പുകഴ്ത്തുന്നത്? കോൺഗ്രസിൽ നിന്നുകൊണ്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പേരിൽ ജയിക്കുക, എന്നിട്ട് BJPയെ പുകഴ്ത്തി സംസാരിക്കുക. എന്തോ ഒരു ദുരൂഹത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം നിരന്തരം വാർത്തകൾ വീക്ഷിക്കുന്ന ആർക്കായാലും മനസ്സിലാക്കാവുന്നതാണ്. തരൂർ സാറ് പറയുന്നത് ആകാശത്തിന് അവകാശികളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ചിറക് വിരിച്ച് പറക്കുമെന്നാണ്. പക്ഷേ BJPയിലേക്കല്ല പറക്കുന്നത്. തൽക്കാലം BJPയിലേക്ക് പോകുന്നില്ല എന്നും, തൽക്കാലം എന്നല്ല, അദ്ദേഹം BJPയിലേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ CJPയിലേക്കായിരിക്കും പോക്ക്. എന്തായാലും കണ്ടറിയാം.